when life surprises you, prepare for the worst എന്നാണല്ലോ ടീച്ചറിൽ പറയുന്നത്. അപ്പൊ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് അങ്ങനെ പറയൂ. ഇങ്ങനെ പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ് എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഉണ്ടോ? ഭയങ്കര ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇല്ല. അതെ അതെ, എന്തോ ഓർമ്മ, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല, പുറത്തേക്ക് വരുന്നില്ല. മാരേജ്. സന്തോഷം ഉണ്ടാവും, എന്നോട് ക്ഷമിക്കണം. അങ്ങനെയല്ല, ഞാനിത് ജനറലൈസ് ചെയ്ത് പറഞ്ഞാണ്. അതായത് ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ഒരു ഇവന്റ് ആണ് മാരേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് വേസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം. എന്താ സംഭവിക്കാൻ നമുക്ക് അറിയില്ലല്ലോ. പിന്നെ പറയില്ലേ, കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറേഞ്ച് മാരേജ് ആണെങ്കിൽ ആൾക്കാർ ചേർന്ന് കണ്ടി തള്ളിയിടും, അല്ല ലവ് മാരേജ് ആണെങ്കിൽ നമ്മള് തന്നെ ചാടും. ചാട്ടം ഉറപ്പാണ്, മരണം ഉറപ്പാണ്. നമ്മള് ഇത്രയും ഇങ്ങനെ കത്തി നിന്നൊരു സമയത്ത് നമുക്ക് ആരെങ്കിലും ഒന്ന് പ്രേമിച്ചുകൂടായിരുന്നോ? അതെനിക്ക് പലപ്പോഴും തോന്നിയൊരു സംശയം. പിന്നെ എന്തിനായിരുന്നാവോ ചേച്ചി അറേഞ്ച് മാരേജിലേക്ക് പോയത്? എല്ലാ ഇന്റർവ്യൂ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. അല്ല, അതൊന്നും ഞാൻ പറയത്തില്ല. എന്റെ ഇന്റർവ്യൂല് എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ എനിക്ക്? പ്രേമിച്ചിട്ടൊക്കെ ഉണ്ട്, അതെനിക്കറിയാം. അല്ല, എന്നാലും ആളുടെ പേരൊക്കെ പറയണോ? ചേച്ചി ഭയങ്കര ബ്രൂട്ടലി ഓണസ്റ്റിന്റെ അല്ല, പറയാൻ പറ്റത്തില്ലെന്ന് പറയാൻ വരുമായിരുന്നു. എന്റെ മാത്രം കാര്യമല്ല. ഞാൻ ആദ്യമേ എഴുതി വെച്ചിരുന്നു, വളരെ ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളാണല്ലോ ഇന്റർവ്യൂസിലെല്ലാം, ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കാൻ തന്നെ എഴുതി വെച്ചിരുന്നു, മറന്നു പോയതുകൊണ്ടാ. അങ്ങനെയൊന്നല്ല, ഓണസ്റ്റ് ഒന്നുമല്ല. ഈ ഇന്റർവ്യൂല് ഇതിനോടൊക്കെ ഇഷ്ടംപോലെ നുണ പറഞ്ഞോ? അപ്പൊ പറയേണ്ടി വന്നില്ല. ചോദ്യം അതുപോലെ വന്നാൽ ഞാൻ ചിലപ്പോ പറയും. അല്ല, അപ്പോ ലൈഫ് സർപ്രൈസസ് യു, അതെ, പ്രിപ്പയർ ഫോർ ദി ബെസ്റ്റ്. അങ്ങനെ പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മള് ഓക്കെ ഒരു അറേഞ്ച് മാരേജിലേക്ക് പോകാൻ തീരുമാനിച്ചേ. മറ്റൊന്നും വർക്ക്ഔട്ട് ആയില്ല. അപ്പൊ വീട്ടുകാരുടെ പ്രഷർ താങ്ങാതെ വന്നു, അങ്ങനെയാണോ? താങ്ങാതെ ഒന്നുമല്ല, ഫ്രണ്ട്സ് ഒക്കെ കല്യാണം കഴിച്ചു, പിന്നെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു, ഞാനും വിചാരിച്ചു. ചേച്ചിയുടെ ഉള്ളിലെ ആ തീ കണ്ടെത്തിയ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ആ ഒരുത്തിയിലെ ആ തീയില്ലേ, അത് നമ്മുടെ ഉള്ളിൽ കണ്ടെത്തിയ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ലേ? അങ്ങനെ തീ കണ്ടെത്തിയ സിറ്റുവേഷൻ ഒന്നും ഞാൻ ആലോചിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇട്ടപ്പോ വോളിയം കുറച്ച് സംസാരിച്ചുകൂടെ? നിങ്ങൾക്ക് മാത്രം കേട്ടാ പോരെ, നാട്ടുകാരെ കൂടെ കേൾപ്പിക്കണോ? ഇത് ടീച്ചറിലുള്ള ഒരു ഡയലോഗാണ്. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ, കാരണം ഫുൾ ടൈം സ്പീക്കറില. ഈ കഴിഞ്ഞ ദിവസം കൂടെ സായി പറഞ്ഞ, എന്റെ അമ്മ അതൊന്ന് ഓഫ് ചെയ്യമ്മേ, എനിക്ക് ഉറങ്ങണ്ടേ. നമ്മള് കോൺഫറൻസ് കോളിൽ ഇട്ടേക്കാ ഞാൻ. എന്നിട്ട് അപ്പൊ അതിപ്പോ അവനില്ലാത്തോണ്ടാ, അവനിവിടെ ഉണ്ടെങ്കിൽ ഇവിടെ അഭിനയിച്ച് കാണിച്ചു തരും. അതായത് എടുത്തിട്ട് പറയും, ആ സുരേഷ് ഏട്ടാ അതില്ല, ഒരു മിനിറ്റ് വിവേകേ ഞാൻ പറയണമെന്ന് കേക്ക്. അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പൊ ഇവൻ സൈഡിൽ കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചോണ്ടിരിക്കുക. ഇവിടെ കിടക്കും, അവസാനം തല്ലെടുത്ത് അപ്പുറത്ത് വെച്ചിട്ട് അതിന്റെ കമന്ന് കിടക്കും. കുറെ നേരം കഴിഞ്ഞിട്ട് അമ്മ അറ്റ്ലീസ്റ്റ് സ്പീക്കറെങ്കിലും ഒന്ന് ഓഫ് ചെയ്യാവോ? ഇത്രയും അഭിനയിക്കുന്ന സായി ഒന്ന് വിളിക്കുകയെത്തി. ഞാൻ എത്ര തവണ വിളിച്ചു വരില്ലല്ലേ. നാളെ പരീക്ഷയാണ്, അതുകൊണ്ട് 5ാം ക്ലാസ്സിലുള്ള കുട്ടി ഭയങ്കര സ്റ്റുഡിയസ് ആണോ? എനിക്കറിയില്ല ഇവനിത് എന്താ പറ്റിയെന്ന്. ഭയങ്കര പഠിത്തം. അതെ,